പാട്ട് പാടുവിൻ. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് പാടുവിൻ. യഹോവയ്ക്ക് പാടി അവിടുത്തെ നാമത്തെ വാഴ്ത്തുവിൻ. നാൾതോറും അവിടുത്തെ രക്ഷയെ പ്രസിദ്ധമാക്കുവിൻ. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പെടുവിൻ. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ. സംഗീതത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരും. യഹോവ തന്നെ ദൈവം എന്നറിവിൻ. അവിടുന്ന് നമ്മെ ഉണ്ടാക്കി നാം ദൈവത്തിനുള്ളവർ ആകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സകല ചരാചരങ്ങളുടെ സൃഷ്ടികർത്താവ്, നിങ്ങളുടെ ജീവന്റെ പരിപാലകരുമായിരിക്കുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ദിവസത്തിന്റെ പ്രഭാത ആരാധനയ്ക്കായി തിരുനാമത്തെ നിങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വ്യത്യസ്ത സാഹചര്യങ്ങളിലായിരിക്കുന്ന ഞങ്ങൾക്ക് ദൈവത്തെ വിവിധ നിലകളിൽ വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ആരാധിക്കാനും ഈ ആലയത്തിൽ ഇരുന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഒക്കെ അവിടെ നൽകിയിരിക്കുന്ന അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ ആരാധനയിൽ വിവിധ നിലകളിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ സൗഖ്യത്തിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ വ്യാധികളും മഹാമാരികളും മാറി ലോകം സാധാരണ നിലയിലേക്ക് എത്തിച്ചേരുവാൻ ദൈവമേ അവിടുന്ന് കൃപ ചെയ്യണമേ. ഞങ്ങളുടെ കുറവുകളെയും വീഴ്ചകളെയും പാപങ്ങളെയും എല്ലാം അവിടുന്ന് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയുടെ ആദ്യോടൊന്നും അവിടുത്തെ പരിശുദ്ധാത്മ കൃപ പകരണമേ. മഹത്വം അവിടുന്ന് സ്വീകരിക്കണമേ. യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവസന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പാഠപുസ്തകത്തിലെ 39-ാമത്തെ ഗാനം ആലപിക്കാം. പാഠപുസ്തകത്തിലെ 39-ാമത്തെ ഗാനം. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിക്കാം. ആരാധനക്രമം 4-ാമത്തെ പുറം സ്തുതിയുടെ വചനങ്ങൾ 2-ാമത്തെ ഭാഗം. യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, സർവ്വഭൂമിയും തിരുസന്നിധിയിൽ മൗനമായിരിക്കട്ടെ.
ഞാനോ അങ്ങയുടെ കൃപയുടെ മഹത്വത്താൽ അങ്ങയുടെ ആലയത്തിലേക്ക് പ്രവേശിക്കും. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയും ആകുന്നു. ഞാൻ ആരെ ഭയപ്പെടും? അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ എന്ത് പകരം കൊടുക്കും? ദൈവമേ, എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ അറിയണമേ. കർത്താവേ, എന്റെ അധരങ്ങൾ തുറക്കണമേ. എന്നാൽ എന്റെ വായ് അങ്ങയുടെ സ്തുതി വർണ്ണിക്കും. ദുഷ്ടൻ തന്റെ വഴിയെയും നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയെങ്കിലേക്ക് തിരിയട്ടെ. അവിടുന്ന് അവനോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തെങ്കിലേക്ക് തിരിയട്ടെ. അവിടുന്ന് ധാരാളം ക്ഷമിക്കുന്നു. ഇസ്രായേലെ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങി ചെല്ലുക. നിന്റെ അകൃത്യ നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്. നിങ്ങൾ അനുതാപവാക്യങ്ങളോടുകൂടെ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവിടത്തോട് സകല അകൃത്യവും ക്ഷമിച്ച് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ. അനാഥന തിരുസന്നിധിയിൽ കരുണ ലഭിക്കുന്നുവല്ലോ എന്ന് പറയുന്നു. നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മൾ തന്നെ ശോധന ചെയ്തുകൊണ്ട് നമുക്ക് ദൈവത്തോട് പാപക്ഷമയ്ക്കായി പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലെ കുറവുകളും വീഴ്ചകളും പാപങ്ങളും പലപ്പോഴും അനുഗ്രഹത്തിന് തടസ്സമായി പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും കാരണമാകുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കുറവുകളെയും വീഴ്ചകളെയും ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാം. കർത്താവിൽ നിന്നുള്ള പാപക്ഷമയ്ക്കായി നമുക്ക് ദൈവത്തോട് യാചിക്കാം. ശുദ്ധിക്കായി യേശു സമീപേ പോയോ, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ, അവൻ മേൽ ആശ്രയം എല്ലാം വച്ചോ, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ, കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി ചെയ്യും രക്തത്തിൽ, ഹിമം പോലെ കളങ്കമോ നിൻ വസ്ത്രം, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ, പാപക്ലേശം ഏറ്റ വസ്ത്രം നീ മാറ്റി, കുളിക്കാ കുഞ്ഞാട്ടിൻ രക്തത്തിൽ, ഓറും ജീവൂറ്റി സ്നാനം ചെയ്തിടുക വേഗത്തിൽ, കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി ചെയ്യും രക്തത്തിൽ, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. എന്റെ പാപങ്ങളെ ക്ഷമിച്ച് അവിടുത്തെ രക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ആരാധന 11 കാണുന്ന പാപസ്വീകാര പ്രാർത്ഥന ദാവീദ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് പാപക്ഷമ നേടിയതുപോലെ നമുക്കും നമ്മുടെ പാപങ്ങളെയും ഈ ലോകത്തിന്റെ പാപങ്ങളെയും ക്ഷമിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോട് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അപേക്ഷിക്കാം. ദൈവമേ, അങ്ങയുടെ ദയക്ക് ഗുണം എന്നോട് കൃപയുണ്ടാകണമേ. അങ്ങയുടെ കരുണയുടെ മഹത്വപ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണമേ. എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എന്റെ ലംഘനങ്ങൾ ഞാൻ അറിയുന്നു. എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു. അങ്ങയോട് തന്നെ ഞാൻ പാപം ചെയ്തു. അങ്ങേക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ അങ്ങ് നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിനെ തന്നെ. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അന്തർഭാഗത്തിന്റെ സത്യമല്ലോ അങ്ങിച്ചിക്കുന്നത്. അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തെക്കാൾ വിളിക്കേണ്ടതിന് എന്നെ കഴുകണമേ. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ. അങ്ങോട്ട് അസ്ഥികൾ ഉല്ലസിക്കട്ടെ. എന്റെ പാപങ്ങൾ കാണാതെ അങ്ങയുടെ മുഖം മറക്കണമേ.
എന്റെ അകൃത്യങ്ങളൊക്കെ മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. എന്റെ സന്നിധിയിൽ നിന്നെ തള്ളിക്കളയരുത്. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും വരുന്നത്. അവിടുത്തെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ആമേൻ. പാപങ്ങൾ ഏറ്റുപറഞ്ഞവരോടുള്ള ദൈവത്തിന്റെ കൃപാമൊഴി കേൾക്കും. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കൽ ഉണ്ട്. അവിടെ നിന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടെ മാത്രമല്ല, സർവ്വലോകത്തിന്റെ പാപത്തിനും തന്നെ. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവിടുന്ന് തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങൾ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവിടുത്തെ അടിപ്പിടരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. ആമേൻ. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും പാപക്ഷമയ്ക്കും നന്ദിയും സ്തോത്രവും അർപ്പിച്ചുകൊണ്ട് ആരാധനക്രമം 15-ാം വ്രതത്തിൽ കാണുന്ന സ്തോത്ര പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. ഓരോ അപേക്ഷയുടെ പിന്നാലെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും ദൈവത്തിന് നന്ദി കരേറ്റാം. നിത്യനായ ദൈവമേ, അങ്ങ് നീതിയും വിശുദ്ധിയും സ്നേഹവും ഉള്ളവനാകയാൽ അങ്ങ് സകലത്തെയും ഭരിക്കുന്നത് കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് മാതാപിതാക്കന്മാർ, മക്കൾ, ദമ്പതികൾ, സഹോദരി സഹോദരന്മാർ മുതലായി പല വിധത്തിൽ നമ്മോട് ബന്ധപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സഭാ ശുശ്രൂഷകർ, ബോധകന്മാർ, അധ്യാപകന്മാർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, തൊഴിലാളികൾ, മറ്റ് സുഹൃത്തുക്കൾ എന്നിവർക്കായി ഞങ്ങളുടെ രാജ്യത്തിനും ഭരണ സംവിധാനത്തിനും വേണ്ടി ആടുപാടുകൾ, മഴ, വെയിൽ, നിലം, പുരയിടം, മറ്റു ഉപജീവന മാർഗങ്ങൾ എന്നിവയ്ക്കായി ദിനംപ്രതിയുള്ള ആഹാരം, വസ്ത്രം, വാസസ്ഥലം എന്നീ നന്മകൾക്കായി ആശുപത്രികൾ, വിദ്യാലയങ്ങൾ എന്നിവയ്ക്കായി കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരുന്നതിനായി പ്രതിസന്ധികളിൽ ദൈവ നടത്തിപ്പ് ലഭിച്ചതിനായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു ഞങ്ങളെ രക്ഷിക്കുന്നതിന് ലോകത്തിൽ മനുഷ്യനായി അവതരിച്ച് ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും ജീവിക്കുന്നതിനായി ദൈവവചനം എന്ന വിശിഷ്ടദാനത്തിനായി ദൈവം നമുക്ക് നൽകുന്ന പാപക്ഷമയ്ക്കായി ക്രിസ്തു ലഭിക്കുന്ന സമൃദ്ധിയായ ജീവനായി നാം അനുഭവിക്കുന്ന നിത്യജീവന്റെ പ്രത്യാശയ്ക്കായി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള പിതാവായ ദൈവമേ, അങ്ങയുടെ നന്മയിലായപ്പോഴും ആശ്രയിക്കാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. അങ്ങ് ഞങ്ങൾക്ക് സദാ സമീപസ്ഥനാകുന്നുവെന്നും അവിടുത്തെ സ്നേഹം ഞങ്ങളെ ഒരിക്കലും കൈവിടുകയില്ലെന്നും സർവകാലത്തും നിത്യദൈവം ഞങ്ങളുടെ അഭയസ്ഥാനമാകുന്നുവെന്നും വിശ്വസിക്കാൻ കൃപയറിയണമേ. തികഞ്ഞ പരമാർത്ഥതയോടെ അവിടുത്തെ പിന്തുടരുവാനും പ്രശാന്തവും സംതൃപ്തവുമായ മനസ്സോടുകൂടെ അവിടുത്തെ ഇഷ്ടം ചെയ്ത് തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാനും ശക്തിയുള്ളവരാക്കി തീർക്കണമെന്ന് യേശു മിശിഹാ മൂലം അപേക്ഷിക്കുന്നു. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. 138-ാമത്തെ ഗാനം നമുക്കെല്ലാവർക്കും ദേവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് പാടാം. സിയോൺ സഞ്ചാരികളെ നിങ്ങൾ ശീഘ്രം ഉണർന്നുകൊണ്ട്. 138-ാമത്തെ ഗാനം. Matra
15-ാമത്തെ സങ്കീർത്തനം നമുക്ക് ഒരുമിച്ച് വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. സങ്കീർത്തനം 15. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, നാവ് കൊണ്ട് ഉരുള പറയാതെയും തന്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ, ഭക്ഷണനെ നിന്ദിനായി ഇടുകയും യഹോഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ, തന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ, ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും ഒഴുകിപ്പോകുകയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദ്യെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. ഇന്നത്തേക്കുള്ള വിശുദ്ധ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളെ നമുക്ക് ശ്രദ്ധിക്കാം. അതിന്റെ ശേഷം യേശു പിന്നെയും തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് ഈ വിധം ആയിരുന്നു. ശിമോൻ പത്രോസും ദിദിമോസ് എന്ന തോമസും ഗലീലയിലുള്ള കാനായിലെ നഥനയേലും ശബദി മക്കളും അവന്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശിമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടക് കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പുലർച്ചെ ആയപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. പടകിന്റെ വലത്ത് ഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് യേശു അവരോട് പറഞ്ഞു. അവർ വീശി. മീനിന്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട്, അത് കർത്താവ് ആകുന്നു എന്ന് പറഞ്ഞു. കർത്താവ് ആകുന്നു എന്ന് ശിമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നനാകയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിൽ അധികം ദൂരത്തിലായകയാൽ മീൻ നിറഞ്ഞ വല ഇഴച്ചും കൊണ്ട് ചെറിയ പടകിൽ വന്നു. കരയ്ക്ക് ഇറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. യേശു അവരോട്, ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. ശിമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. അത് വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. യേശു അവരോട്, വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് അറിഞ്ഞിട്ട് ശിഷ്യന്മാരിൽ ഒരുത്തനും നീ ആർ എന്ന് അവനോട് ചോദിപ്പാൻ തോന്നില്ല. യേശു വന്നു, അപ്പം എടുത്തു, അവർക്ക് കൊടുത്തു. മീനും അങ്ങനെ തന്നെ. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. ഇവിടെ ഇന്നത്തേക്കുള്ള സുവിശേഷ പഠനം വായിച്ച് അവസാനിച്ചിരിക്കുന്നു. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ആരാധനക്രമം 22-ാം പർവ്വത്തിൽ കാണുന്ന അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിന്റെ വാക്കുകളിൽ നമ്മുടെ വിശ്വാസം സ്വീകരിച്ച് നമുക്ക് പ്രഖ്യാപിക്കാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയിൽ ഉത്പാദിക്കപ്പെട്ട് ജനിച്ചു. പൊന്തോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു. അവിടെ നിന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ അവിടുന്ന് വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംഘത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നാം നിൽക്കുമ്പോൾ തന്നെ 528-ാമത്തെ ഗാനം കരഞ്ഞടിച്ചു പാടി ദൈവത്തെ ആരാധിക്കാം. ക്രിസ്ത്യാരാധനയുള്ള പാഠപുസ്തകത്തിലെ 528-ാമത്തെ ഗാനം, സ്തുതിപ്പിൻ സ്തുതിപ്പിൻ എന്നും സ്തുതിച്ചിടുവിൻ എന്നുള്ള ഗാനം.
കരുണാസമ്പന്നനായ കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ദൈവവചനം ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. വചനത്തിന്റെ സത്യങ്ങൾ ഗ്രഹിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. കർത്താവേ, എൻ്റെ വായിലെ വാക്കുകളും കേൾക്കുന്ന അവിടുത്തെ ജനത്തിന്റെ ഹൃദയത്തിലെ ധ്യാനവും ഒരുപോലെ അങ്ങേക്ക് പ്രസാദകരമാക്കുവാൻ സഹായിക്കണമേ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ ദിവസവും ഈ രാവിലെ സമയം നമുക്ക് വിവിധ നിലകളിൽ ഈ ആരാധനയുടെ ഭാഗമാകുവാൻ ദൈവം സഹായിച്ചിരിക്കുന്ന കൃപയോർത്ത് ദൈവത്തിന് നന്ദിയും സ്തോത്രവും അർപ്പിക്കുന്നു. നാം എല്ലാവരും മനസ്സിലാക്കുന്നത് പോലെ ലോകം മുഴുവനും COVID-19 എന്ന മഹാമാരിയാൽ പലതരത്തിലുള്ള ആശങ്കകളിലും വ്യാധിയിലും ഭാരത്തിലുമൊക്കെ ആയിരിക്കുന്നു. ലോകത്തിന്റെ മുഴുവൻ സൗഖ്യത്തിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇത്തരത്തിലുള്ള അവസ്ഥകളെല്ലാം മാറി എല്ലാവർക്കും സാധാരണ ജീവിതം നയിക്കുവാൻ ദൈവം ഇടവരുത്തട്ടെ.
അതിനായിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരും അനുദപിക്കാനും പാപങ്ങളെ ഏറ്റുപറയാനും പാപക്ഷമ നേടാനും സൗഖ്യത്താൽ നിറയപ്പെടുവാനും ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമുള്ള രണ്ടാമത്തെ വിശുദ്ധ ഞായറാഴ്ചയാണ് ഇന്നത്തെ ഈ ദിവസം. മാത്രമല്ല ഏപ്രിൽ മാസത്തിൻ്റെ ഒടുവിലത്തെ ഞായറാഴ്ച കൂടെയാണ്. ഇനി 4 ദിവസം കഴിയുമ്പോൾ നമ്മളൊരു പുതിയ മാസത്തിൽ കൂടെ പ്രവേശിക്കുകയാണ്. ഈ ദിവസത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് CSI ദക്ഷിണേന്ത്യ സഭ നൽകപ്പെട്ടിരിക്കുന്ന വിഷയം ക്രിസ്തുവിൻ്റെ ആതിഥ്യത്തിലേക്കുള്ള ക്ഷണം എന്നുള്ളതാണ്. ഇൻവിറ്റേഷൻ ടു ക്രൈസ്റ്റ് ഹോസ്പിറ്റാലിറ്റി, ക്രിസ്തുവിൻ്റെ ആതിഥ്യത്തിലേക്കുള്ള ക്ഷണം. അതിന് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന ചില വചനങ്ങൾ എബ്രായർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: സഹോദര പ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്. സഹോദര പ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം ഇങ്ങനെ പറയുന്നു: അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യും. കൂട്ടായ്മ കാണിച്ച് അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ യേശു ശിഷ്യന്മാരെ ക്ഷണിക്കുകയാണ്: വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളും, വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളും. ഈ വാക്യങ്ങളെല്ലാം തന്നെ അതിഥി സൽക്കാരത്തെക്കുറിച്ചും ആതിഥേയത്വത്തെക്കുറിച്ചും അതിനായിട്ടുള്ള ഒരു ക്ഷണം ഈ വാക്യങ്ങളിലെല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇൻവിറ്റേഷൻ ടു ക്രൈസ്റ്റ് ഹോസ്പിറ്റാലിറ്റി, ക്രിസ്തുവിൻ്റെ ആതിഥേയത്വത്തിലേക്കുള്ള ഒരു ക്ഷണം, ക്രിസ്തുവിൻ്റെ വിളി. അപ്പൊ ദൈവത്തിന്റെ വിളി, ദൈവത്തിന്റെ ക്ഷണം വേദപുസ്തകത്തിൽ ഉടനീളം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ആദ്യം മുതൽ ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ വിളി. ആദാമേ, നീ എവിടെ? നിന്റെ സഹോദരൻ എവിടെ? നീ ആ തോട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ അബ്രഹാമിനെ വിളിക്കുന്നു, ക്ഷണിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ വിളി, ദൈവത്തിന്റെ ക്ഷണം, ദൈവം തന്റെ ആതിഥേയത്വത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ക്രിസ്തു തന്റെ ആതിഥേയത്വത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഹോസ്പിറ്റാലിറ്റി, ആതിഥേയത്വം എന്ന ഈ വാക്ക്, ഹോസ്പിറ്റാലിറ്റി എന്ന വാക്ക് ലാറ്റിൻ വാക്കായ ഹോസ്പസ് എന്ന വാക്കിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഹോസ്പസ്, ഹോസ്പിറ്റാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു അതിഥിക്ക് സൗഹാർദ്ദത്തോടെ, സ്നേഹത്തോടെ, സൗഹാർദ്ദപൂർവ്വം നൽകുന്ന സ്വീകരണം, അവർക്കുള്ള താമസം, ഭക്ഷണം, അവർക്കുള്ള എന്റർടൈൻമെന്റ്, ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്നതാണ് ഹോസ്പിറ്റാലിറ്റി, ആതിഥേയത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ വ്യക്തിയെ സൽക്കരിക്കുക, ആ വ്യക്തിക്ക് സന്തോഷം ഉണ്ടാക്കുക, ആ വ്യക്തിക്ക് സൗഹാർദ്ദപൂർവമായ, ദയാപൂർവമായ സമീപനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഹോസ്പിറ്റാലിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിഥി എന്നുള്ളതിന് ഗ്രീക്ക് ഭാഷയിൽ കൊടുത്തിരിക്കുന്ന വാക്ക് ഫിലോക്സീനിയ എന്നാണ്. ഫിലോക്സീനിയ, അതിന്റെ അർത്ഥം, അങ്ങനെ വാക്ക് പറയാൻ കാരണം അതിന്റെ അർത്ഥം അപരിചിതരോടുള്ള സ്നേഹം എന്നാണ്. അപരിചിതരോടുള്ള സ്നേഹം. അപ്പൊ വേദപുസ്തകത്തിൽ പ്രത്യേകിച്ച് ഗ്രീക്ക് ഭാഷയിൽ ഫിലോക്സീനിയ എന്ന വാക്ക് അതിഥിക്ക് ഉപയോഗിക്കുമ്പോൾ അതിന്റെ അർത്ഥം അപരിചിതരോടുള്ള സ്നേഹം എന്നാണ്. അപ്പൊ നമ്മുടെ ബന്ധുക്കളായിരിക്കണമെന്നില്ല, സഹോദരങ്ങൾ, പരിചയക്കാരായിരിക്കണമെന്നില്ല, അപരിചിതരോട് കാണിക്കുന്ന സ്നേഹമാണ്, സൗഹാർദ്ദപൂർവമായ സമീപനമാണ് ഈ അതിഥി സൽക്കാരം അല്ലെങ്കിൽ ആതിഥേയത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിഥി സൽക്കാരം എന്നുള്ളത് പ്രാചീന സംസ്കാരത്തിന്റെ വളരെ സവിശേഷമായ ഒന്നാണ്. അതിഥി സൽക്കാരം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അതിഥി സൽക്കാരത്തിന്റെ പേര് കേട്ട ഒന്നാണ് ഭാരതീയ. ഭാരതത്തിൽ വന്നിട്ടുള്ള എല്ലാ വൈദേശികമായ എല്ലാത്തെയും സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും ചെയ്തവരാണ് ഭാരതീയ സംസ്കാരം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ വേദോസം പഠിക്കുമ്പോഴും ഈ പാശ്ചാത്യ ഭാഗങ്ങളിലുമൊക്കെ വേദോസ പശ്ചാത്തലത്തിലും ഈ അതിഥി സൽക്കാരം എന്നുള്ളത് ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ കൂടെ ഭാഗമാണ്. അതിഥി സൽക്കാരം ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ ഭാഗം കൂടെയാണ്. കാരണം ആതിഥ്യ മര്യാദ ലംഘിക്കുക എന്നുള്ളതിന് കൊടുത്തിരിക്കുന്ന വാക്ക് പെഷ എന്നാണ്. പെഷ, ആതിഥ്യ മര്യാദ ലംഘിക്കുക. അതേപോലെ തന്നെ ദൈവത്തോടുള്ള ഉടമ്പടി ലംഘിക്കുന്നതിനും കൊടുത്തിരിക്കുന്ന വാക്ക് പെഷ എന്നാണ്. അപ്പോ ദൈവത്തോടുള്ള ഉടമ്പടി ലംഘിക്കുന്നതിന് സമാനമാണ് ആതിഥ്യ മര്യാദ ലംഘിക്കുന്നത്. അപ്പൊ അത്രയധികം ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ കൂടെ ഭാഗമാണ്. ആതിഥ്യ മര്യാദ ലംഘിച്ചാൽ ദൈവത്തിലുള്ള വിശ്വാസം ലംഘിക്കുന്നതിന് സമാനമാണ്.
അത്രയധികം ബന്ധം, പ്രാധാന്യം അതിഥി സൽക്കാരത്തിനും ആതിഥേയത്വത്തിനും ഉണ്ട് എന്ന് നമുക്കറിയാം. നമ്മൾ ഈ നാളിൽ പ്രത്യേകിച്ച് കേട്ട ഒരു വാക്കാണ്, എന്താണ് നമ്മുടെ കേരളത്തിൽ പ്രത്യേകം കേട്ട ഒരു വാക്ക്, അതിഥി തൊഴിലാളികൾ, അല്ലേ? അതിഥി തൊഴിലാളികൾ. പലപ്പോഴും ഒരുപാട് പേർക്ക് ആ വാക്കിനോട് പൂർണ്ണമായ യോജിപ്പില്ല. എനിക്ക് പൂർണ്ണമായ യോജിപ്പില്ല ആ വാക്കിനോട്. അതിഥി തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ അതിനൊരു, എങ്കിലും അവർ നമ്മുടെ അതിഥികളാണ്, തൊഴിലെടുക്കാൻ വന്നവരാണ്. അപ്പൊ അവർക്ക് അത്രയധികം പ്രാധാന്യം നൽകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് എങ്ങനെ ക്രിസ്തുവിന്റെ ആതിഥേയത്വത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും? നമുക്ക് എങ്ങനെ ഈ സമൂഹത്തിൽ ആതിഥേയത്വം വഹിക്കാനായിട്ട് സാധിക്കും? നമ്മൾ പുറത്തിറങ്ങുന്നില്ലെങ്കിൽ തന്നെ ഇപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ആതിഥേയത്വം നൽകുകയാണ്. ആവശ്യത്തിലിരിക്കുന്നവരെ കരുതുന്നു, അവർക്ക് ഭക്ഷണ സഹായം, സാമ്പത്തിക സഹായം, മറ്റു വിവിധ നിലകളിലുള്ള സഹായം നമ്മൾ എത്തിക്കുന്നു. എല്ലാ സർവീസും അതിന്റെ ഭാഗമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഈ ആതിഥേയത്വത്തിന്റെ ഭാഗമാണ്, ഈ ഭൂമിയെ കരുതുന്നതിന്റെ, സൽക്കരിക്കുന്നതിന്റെ ഭാഗമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇന്നത്തെ വായനാ പാഠങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചില ചിന്തകൾ ഒരുമിച്ച് ധ്യാനിക്കാം. ഒന്നാമതായിട്ട്, അതിഥി സൽക്കാരം അനുഗ്രഹത്തിന് അടിസ്ഥാനം. അതിഥി സൽക്കാരം അനുഗ്രഹത്തിന് അടിസ്ഥാനം. ജീവൻ കളഞ്ഞും അതിഥികളെ സൽക്കരിക്കുക, സംരക്ഷിക്കുക എന്നുള്ളതാണ് വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. ജീവൻ കളഞ്ഞും അതിഥികളെ സംരക്ഷിക്കുക. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 8-ാം വാക്യത്തിലേക്ക് കാണുന്ന ആ സംഭവമാണ് ലോത്ത്. ലോത്തിന്റെ വീട്ടിൽ 2 ദേവപുരുഷന്മാർ എത്തിയെന്ന് മനസ്സിലാക്കിയ നാട് മൊത്തം ആ ദേവപുരുഷന്മാരെ വിട്ടുകിട്ടേണ്ടതിന് വേണ്ടി ഈ ലോത്തിന്റെ ഭവനത്തെ ആക്രമിക്കാനായി ഖരോവ ചെയ്യാനായിട്ട് വരുന്നുണ്ട്. പക്ഷെ അപ്പോൾ ലോത്ത് പറയുന്നത്, എന്റെ മക്കളെ വേണമെങ്കിൽ നിങ്ങൾ എടുത്തോ, പക്ഷെ അവരെ ഞാൻ വിട്ടുതരികയില്ല. അപ്പൊ ജീവൻ കളഞ്ഞു, കുടുംബം കളഞ്ഞു, മക്കളെക്കാളും പ്രാധാന്യത്തോടുകൂടി ലോത്ത് പറയുകയാണ്, എനിക്ക് അതിനേക്കാൾ എല്ലാം പ്രധാനം എന്റെ വീട്ടിൽ വന്ന അതിഥികളാണ് എന്ന് നമുക്ക് കാണാം. അപ്പൊ അത്രയധികം പ്രാധാന്യം അതിഥികൾക്ക് നൽകുന്നു. ഇന്നത്തെ പഴയ നിയമ പാഠഭാഗമായ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 1 മുതലുള്ള വേദഭാഗത്തിൽ ഒരു പ്രത്യേക സംഭവം നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ഭാഗമാണ് ഉൽപ്പത്തി പുസ്തകം 18-ാമത്തെ അധ്യായം. അവിടെ പറയുന്നത് മമ്രയുടെ തോപ്പിൽ പ്രത്യക്ഷനാകുന്ന ദൈവത്തിന്റെ സാന്നിധ്യമാണ്. അബ്രഹാം മമ്രയുടെ തോപ്പിൽ താമസിക്കുകയാണ്. അപ്പോഴാണ് ഒരു ദിവസം നോക്കുമ്പോൾ ദൈവപുരുഷൻ 3 പുരുഷന്മാരെന്നാണ്. നമ്മളത് തൃത്വമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ പിതാപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്വത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. 3 ദൈവദൂതന്മാർ എന്നതായിട്ട് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. അതായത് ദൈവദൂതന്മാർ, ദൈവ സാന്നിധ്യം ഈ അബ്രഹാമിന്റെ ഭവനത്തിലേക്ക് എത്തുകയാണ്. അപ്പൊ ഇവിടെ 3 വ്യക്തികൾ, 3 പുരുഷന്മാർ വരുമ്പോ അബ്രഹാം, വയസ്സനായ അബ്രഹാമിന് ഈ സമയത്ത് എത്ര വയസ്സുണ്ട്? 99 വയസ്സുണ്ട്. 99 വയസ്സുള്ള അബ്രഹാം എന്ത് ചെയ്യാണ്? നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. 3-ാമത്തെ വാക്യം മുതൽ 2-ാമത്തെ വാക്യം മുതൽ, അവരെ കണ്ടപ്പോൾ അവർ കൂടാരവാതിൽ നിൽക്കുകയാണ്. കൂടാരവാതിൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്നു. 99 വയസ്സുള്ള അബ്രഹാം കൂടാരവാതിക്കലേക്ക് ഓടിച്ചെല്ലുകയാണ്. വളരെ ബന്ധപ്പെട്ടു. നിലം വരെ കുനിഞ്ഞു. അത്രയധികം ബഹുമാനത്തോടെ, ആദരവോടെ അവർ സ്വീകരിക്കുകയാണ്. നിലം വരെ കുനിഞ്ഞു വിളിക്കുകയാണ്, യജമാനനെ, ലോർഡ് എന്ന് വിളിക്കുകയാണ്. യജമാനനെ, എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുതേ. അസാരം വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ. അത് നിങ്ങൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമാണ്. നിങ്ങളുടെ കാലുകളെ ഞാൻ കഴുകി, ഒരു ദാസന്റെ പണിയാണ്. കാലുകളെ ഞാൻ കഴുകി ഇങ്ങോട്ട് ഞാൻ നിങ്ങളെ സ്വീകരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, വൃക്ഷത്തിന്റെ കീഴിൽ ഇരിപ്പിൻ, കുറച്ച് തണൽ, കുറച്ച് ആശ്വസിക്കാം. ഒരു മുറി അപ്പം കൊണ്ടുവരാം, നിങ്ങളുടെ വിശപ്പടക്കിയിട്ട് പോകാം. നിങ്ങൾ അതിനായിട്ടല്ലോ വന്നത് എന്ന് പറഞ്ഞിട്ട് ഓടിച്ചെന്ന് സാറയോട് പറയുകയാണ്, നീ 3 ഇടങ്ങഴി മാവ് എടുക്കണം. ഒരു മുറി അപ്പം കൊണ്ടുവരാമെന്നാണ് അവരോട് പറഞ്ഞത്. 3 ഇടങ്ങഴി മാവ് കൊണ്ട് അപ്പം ഉണ്ടാക്കണം. ബാല്യക്കാരെ വിളിച്ചിട്ട് പറയാണ്, ഇളയതായ നല്ല കാളക്കുട്ടിയെ പിടിച്ചറക്കണം. അപ്പൊ 3 പേര് അബ്രഹാമിന്റെ വീട്ടിൽ വന്നപ്പോൾ ഓടിച്ചെല്ലുന്നു. 99 വയസ്സുള്ള വ്യക്തിയാണ്. ഓടിച്ചെല്ലുന്നു, നിലം വരെ കുനിയുന്നു, യജമാനനെ വിളിക്കുന്നു. ചെയ്യേണ്ട മര്യാദകൾ, ആദിത്യ മര്യാദകളെല്ലാം ചെയ്യാനും പറയാനും വാഗ്ദാനം ചെയ്യാനും ഒക്കെ അബ്രഹാമിന് സാധിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യത്തെ, ദൈവത്തിന് നൽകുന്ന അതിഥി സൽക്കാരത്തെ, അല്ലെങ്കിൽ 3 വ്യക്തികൾക്ക് നൽകുന്ന അതിഥി സൽക്കാരം ഒരു അനുഗ്രഹമായി മാറുകയാണ്. ആ 3 പേരും വന്ന് ഈ
ഈ ആതിഥ്യമെല്ലാം സ്വീകരിച്ചിട്ട് അവർ പറയുകയാണ്, അബ്രഹാമേ, നിങ്ങൾ രണ്ടുപേരെ പോകുള്ളൂ. ഇനി 1 വർഷം കഴിഞ്ഞ് ഞങ്ങൾ ഇതിലെ വരുമ്പോൾ നിന്റെ വീട്ടിൽ ഒരു മകൻ ഉണ്ടാകും, നിനക്കൊരു മകനെ കൂടെ ലഭിക്കും, ഒരു കുഞ്ഞിനെ ലഭിക്കും എന്നുള്ള ഒരു അനുഗ്രഹം അബ്രഹാമിനും സാറായെ സംബന്ധിച്ചുള്ള ഒരു വലിയ അനുഗ്രഹമാണ്. കാരണം 75-ാമത്തെ വയസ്സിൽ ദൈവത്തിൽ നിന്ന് ലഭിച്ച വാഗ്ദത്വം കൊണ്ട് ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഇവർ. 75-ാം വയസ്സിലാണ് അബ്രഹാമിന് വാഗ്ദത്തം ലഭിക്കുന്നത്. തലമുറയെ കിട്ടും ഇങ്ങനെ എണ്ണി പോവുകയാണ്. 99-ാമത്തെ വയസ്സിലാണ് ദൂതന്മാർ, ഈ ദൈവപുരുഷന്മാർ പറയുന്നത്. 100-ാമത്തെ വയസ്സിലാണ് അബ്രഹാമിന് ഇസ്ഹാക്കിന് ലഭിക്കുന്നത്. അപ്പോ അതിഥി സൽക്കാരം അനുഗ്രഹത്തിന്റെ അടിസ്ഥാനമായി മാറുകയാണ്. അവരെ സ്വീകരിച്ചപ്പോൾ, അവരെ സൽക്കരിച്ചപ്പോൾ, അവരിൽ നിന്ന് തനിക്ക് കാത്തിരുന്ന തന്റെ ജീവിത സമയത്തുള്ള ഏറ്റവും പ്രാധാന്യം നിറഞ്ഞ അനുഗ്രഹം ആ ഭവനത്തിലേക്ക് വരികയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇസ്ഹാക്ക് എന്ന അനുഗ്രഹം അവിടെ ലഭിക്കുകയാണ്. പ്രിയമുള്ളവരെ, ക്രിസ്തുവിനെ നമ്മുടെ ഭവനങ്ങളിൽ പൂർണ്ണമായി സ്വീകരിക്കുവാൻ, ദൈവത്തെ നമ്മുടെ ഭവനങ്ങളിൽ സ്വീകരിക്കുവാൻ, ദൈവത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കുവാൻ, അവ അബ്രഹാം ചെന്ന് എതിരേറ്റതും ക്ഷണിച്ചതും നിലം വരെ കുനിഞ്ഞതും സമർപ്പിച്ചതും കാഴ്ചകൾ സമർപ്പിച്ചതും എല്ലാം ദൈവത്തെ സൽക്കരിക്കുന്നതിന്റെ ഭാഗമാണ്. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ, നമ്മുടെ ഭവനത്തിലും ഇപ്പോൾ വിവിധ സ്ഥലങ്ങളിലായിരിക്കുകയാണ്. ഇവിടെയെല്ലാം നമ്മൾ എവിടെയായിരിക്കുന്നു അവിടെ ദൈവത്തെ സൽക്കരിക്കേണ്ടുന്ന രീതിയിൽ സൽക്കരിക്കാൻ, ആദരിക്കാൻ, ബഹുമാനിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ അനുഗ്രഹം ഉണ്ടാകും, നമ്മുടെ ജീവിതങ്ങളിൽ അനുഗ്രഹം ഉണ്ടാകും. അതിഥി സൽക്കാരം അനുഗ്രഹത്തിന് അടിസ്ഥാനം. 2, അതിഥി സൽക്കാരം ഒരു ആത്മീക സ്വഭാവമാണ്. ആത്മീക സ്വഭാവം. ഇന്ന് നമ്മൾ ഒരുമിച്ച് വായിച്ച 15-ാമത്തെ സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ 15-ാമത്തെ സങ്കീർത്തനത്തിൽ പറയുകയാണ്, ആരാണ് യഹോവയെ നിന്റെ കൂടാരത്തിൽ പാർക്കുന്നത്? ആരാണ് യഹോവയെ നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ വസിക്കുന്നത്? അപ്പൊ യഹോവയാം ദൈവത്തിന്റെ കൂടാരത്തിൽ വസിക്കാനും ആ വിശുദ്ധ സ്ഥലത്ത്, വിശുദ്ധ പർവ്വതത്തിൽ വസിക്കുക എന്ന് പറയുന്നത് വേറൊരു വ്യക്തിയാണ്. അതിഥിയെ പാർപ്പിക്കുന്നത്, കൂടാരത്തിൽ പാർക്കാൻ കഴിയുന്നത് ആർക്കാണ്? അപ്പൊ ദൈവത്തിന്റെ അതിഥികളായി മാറാൻ പറ്റുന്ന ആർക്കാണ്? ദൈവത്തിന്റെ അതിഥികളായി എനിക്ക്, നിങ്ങൾക്ക് എങ്ങനെ മാറാനായിട്ട് സാധിക്കും? അവിടെ പറയുന്നുണ്ട് ഒരു വിവരണം. എന്താണ്? നിഷ്കളങ്കനായി നടക്കണം, നീതി പ്രവർത്തിക്കണം, സത്യം സംസാരിക്കണം, നാവ് കൊണ്ട് കുരുള പറയരുത്, കൂട്ടുകാരനോട് ദോഷം ചെയ്യരുത്, കൂട്ടുകാരന് അപമാനം വരുത്തരുത്, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തത്. ഒരു നീണ്ട ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് ഈ 15-ാമത്തെ സങ്കീർത്തനത്തിൽ. നീ ഒരു നല്ല മനുഷ്യനായി ജീവിക്കണം, നീ ഒരു നല്ല മനുഷ്യനായി മാറണം, നിന്റെ ജീവിതത്തിൽ ആത്മീക സ്വഭാവങ്ങൾ ഉണ്ടാകണം, ആത്മീക ഗുണങ്ങൾ ഉണ്ടാകണം, ഒരു നല്ല മനുഷ്യനായി നിങ്ങൾക്ക് മാറാനായിട്ട് സാധിക്കണം എന്നുള്ള ഒരു സന്ദേശമാണ് ഇവിടെ സങ്കീർത്തകൻ പറയുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങളിൽ അവിടെ പറയുകയാണ്. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൽ പറയുകയാണ്, സഹോദര പ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്. അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. ഏതാണ് സംഭവം? ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചു. നമ്മൾ ഈ പറഞ്ഞ അബ്രഹാമിന്റെ കാര്യം, പിന്നെ ലോത്ത്, ഇങ്ങനെയുള്ള സംഭവങ്ങളാണ്. അറിയാതെ ദൈവപുരുഷന്മാർ ദൈവത്തെ സൽക്കരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതിഥി സൽക്കാരം മറക്കരുത്. ഇതൊരു ആത്മീക സ്വഭാവമാണ്. 7-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ. അപ്പൊ ദൈവവചനം പ്രസംഗിച്ച് നടത്തിയവരെ നിങ്ങൾ മറക്കരുത്, അവരെ ഓർത്തുകൊള്ളുവിൻ. ഒരു ആത്മീക സ്വഭാവമായിട്ടാണ് അത് പറയുന്നത്. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ റോമർ 12, ആ 12-ന്റെ 10 മുതലുള്ള ഭാഗത്ത് അവിടെ പറയുകയാണ്, സഹോദര പ്രീതിയിൽ തമ്മിൽ സ്റ്റായം കൊണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളുന്നു. അന്യോന്യം ബഹുമാനിക്കുക, ആദരിക്കുക. പിന്നെ തുടർന്ന് പറയണം, ഉത്സാഹത്തിൽ മടുപ്പില്ലാതിരിക്കണം, ആശയിൽ സന്തോഷിക്കണം, കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കണം, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കണം, അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യണം. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? ശത്രുക്കളെ സ്നേഹിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, തിന്മ ചെയ്യരുത്, നന്മ ചെയ്യണം, നന്മയാൽ തിന്മയെ നിങ്ങൾ ജയിക്കണം, നന്മയാൽ തിന്മയെ ജയിക്കണം. ഒരു നല്ല മനുഷ്യനായി ജീവിക്കുവാൻ, നല്ലൊരു ആത്മീക മനുഷ്യനായി ജീവിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. അതാണ് ഒരു അതിഥി സൽക്കാരം. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നല്ല മനുഷ്യന്മാരായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം, നല്ല വ്യക്തിത്വം നമുക്കുണ്ടാകണം.
ക്രിസ്തുവിന്റെ ആതിഥേയത്വം എന്ന് പറയുമ്പോൾ അതൊരു ആത്മീക ജീവിത ശൈലിയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. മൂന്നാമതായി അവസാനമായി അതിഥി സൽക്കാരം എന്നുള്ളത് ക്രിസ്തീയ ദൗത്യത്തിലേക്കുള്ള ക്ഷണമാണ്. ക്രിസ്തീയ ദൗത്യത്തിലേക്കുള്ള ക്ഷണം. ഇന്നത്തെ സുവിശേഷ പാഠമായ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നമുക്ക് പരിചയമുള്ള ഒരു സംഭവമാണ്. ഈ 21-ാമത്തെ അധ്യായത്തിന്റെ പശ്ചാത്തലം നമുക്കറിയാം. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതൊക്കെ അവർ വിശ്വസിക്കുന്നു. ശരി, യേശുക്രിസ്തുവിനെ കണ്ടു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, 2 പ്രാവശ്യം പ്രത്യക്ഷനായി, തോമസിനും ബോധ്യപ്പെട്ടു, എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവ എന്ന് പറഞ്ഞ് വിളിച്ചു. നമ്മളതെല്ലാം കണ്ടു, മനസ്സിലായി. പക്ഷേ ഈ ശിഷ്യന്മാരും ആളുകളും എല്ലാവരും കൂടിയിരുന്നപ്പോ കർത്താവ് എന്ത് പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിപ്പറയില്ല, ഞാൻ എല്ലാ തരത്തിലും ആവേശം കൊണ്ട് നിൽക്കുന്ന പത്രോസ് ശിഷ്യന്മാരോടെല്ലാം പറയുകയാണ്, എല്ലാവരും കൂടി ഇരുന്നപ്പോൾ എന്ത് പറയുകയാണ്, ഇനി നമുക്ക് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു. 21-ാം അധ്യായത്തിൽ പറയുകയാണ് 3-ാം വാക്യം, പത്രോസ് അവരോട് ഞാൻ മീൻ പിടിപ്പാൻ പോവുകയാണ്. നമുക്ക് ആ കൂടെ അറിയാന്നുള്ള പണി ഏതാണ്? മീൻ പിടിക്കുകയാണ്. ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. അവ കൂടെ ഇരുന്ന ബാക്കിയെല്ലാവരും കൂടെ പറഞ്ഞു. എന്ത് പറഞ്ഞു? പത്രോസ് അല്ലേ പറഞ്ഞത്, ഞങ്ങളും പോകുന്നു. അപ്പോൾ തള്ളിപ്പറഞ്ഞവർ, ഒഴിവാക്കിയവർ, ഉപേക്ഷിച്ചവർ, പഴയ ജോലിക്ക് പോയവർ എല്ലാം ക്രിസ്തുവിനെ പൂർണ്ണമായി വിട്ടുകളഞ്ഞു. അവരുടേതായ സ്വന്തം ഇഷ്ടത്തിനും സ്വന്തം താല്പര്യങ്ങൾക്കും ഉപജീവന മാർഗത്തിനായിട്ട് അവർ ഇറങ്ങിത്തിരിക്കുകയാണ് ഈ ശിഷ്യന്മാർ. അപ്പോ ക്രിസ്തുവിനെ ഒറ്റപ്പെടുത്തിയവരാണ്, ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞവരാണ്, ക്രിസ്തുവിനെ ഉപേക്ഷിക്കുകയും ഒഴിവാക്കുകയും ചെയ്തവരാണ്. പക്ഷേ ആ അല്ലലിന്റെയും ഒഴിവാക്കലിന്റെയും ഉപേക്ഷിക്കലിന്റെയും മധ്യത്തിൽ രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടാതെ ഭാരത്തോടും വേദനയോടും നെടുവീർപ്പോടുമായിരുന്ന ആ ഘട്ടത്തിൽ, ആ അവസരത്തിലും അവിടെ കരയിൽ നിന്നിരുന്ന ഒരു ക്രിസ്തുവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കരയിൽ കാത്തിരിക്കുന്ന ക്രിസ്തു. ആ ക്രിസ്തു ചോദിക്കുകയാണ്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചൊന്നും കിട്ടിയില്ല. അങ്ങനെ വലത് ഭാഗത്ത് വല വീശുവില്ല. അപ്പോൾ അവർ വീശുന്നു, ഒരു പെരുത്ത മീൻകൂട്ടം കിട്ടുന്നു. അപ്പോഴാണ് യോഹന്നാൻ പറയുന്നത്, കർത്താവ് സ്നേഹിച്ച ശിഷ്യനാണല്ലോ പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ പറയുകയാണ്, അത് കർത്താവാണ്. ഇത് അവർക്ക് ബോധ്യപ്പെടുന്നു. അവർ കരയിലെത്തുന്നു. കരയിലെത്തുമ്പോൾ അവർ കാണുന്നത് ഒരു അത്ഭുതമാണ്. എന്താണ് കാണുന്നത്? കരയിൽ അവരെത്തുമ്പോൾ കാണുന്നത്, ഇവർ മീൻ പിടിച്ചൊക്കെ എത്തുകയാണ്. 9-ാമത്തെ വാക്യം, അവർ കരയിൽ എത്തുമ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. യേശു അവരോട്, ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരും. 153 വലിയ മീൻ. അത് ഒരു അത്ഭുതമായി നമുക്ക് കാണാം. പക്ഷെ അത്രയും ഉണ്ടായതിന്റെ വല കീറിയില്ല. അത് മറ്റൊരു അത്ഭുതം. യേശു അവരോട് പറയുകയാണ്, വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളു. അവരെ ക്ഷണിക്കുകയാണ്, വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളു. നിങ്ങൾ എന്നെ ഒരു ഘട്ടത്തിൽ ഉപേക്ഷിച്ചു, ഒറ്റപ്പെടുത്തി, ചിതറിയോടി, ഒഴിവാക്കി, പഴയ പണിക്ക് പോയി, തള്ളിപ്പറഞ്ഞു. പക്ഷേ ക്രിസ്തു തന്റെ സ്നേഹത്തിലേക്ക്, തന്റെ ആതിഥേയത്വത്തിലേക്ക്, ഹോസ്പിറ്റാലിറ്റിയിലേക്ക് ക്രിസ്തു അവരെ ക്ഷണിക്കുകയാണ്, വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളു. രാത്രി മുഴുവൻ അധ്വാനിച്ചൊന്നും കിട്ടാത്തവർക്ക് കരയിൽ നിന്നിരുന്ന ക്രിസ്തു ആതിഥേയത്വം ഒരുക്കി അവരെ വന്ന് കാണുന്നത് അപ്പവും മീനും അപ്പവുമാണ്. അവർക്കായിട്ടുള്ള പ്രാതൽ ഒരുക്കി വെച്ചിരിക്കുകയാണ്. പ്രാതൽ, നല്ലൊരു പാട്ടുണ്ട്, ഒരു മേരമൺ പാട്ടാണെന്ന് പറഞ്ഞു. വാത്സല്യത്തിൽ പ്രാതലുമായി കാത്തു നിൽക്കുന്ന യേശുവിനെ കുറിച്ചുള്ള ഒരു പാട്ട്. അപ്പോൾ നമുക്ക് വേണ്ടി ഈ പ്രഭാതത്തിലും പ്രാതലൊരുക്കി വിളിക്കുകയാണ് കർത്താവ്. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറക്കുന്നുണ്ടോ? ആരെങ്കിലും എന്റെ ഈ സ്നേഹത്തിന്റെ കൂട്ടായ്മയിലേക്ക് കടന്നു വരാൻ തയ്യാറുണ്ടോ എന്ന് യേശു ചോദിക്കുകയാണ്. 21-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്ന, യേശു അപ്പം എടുത്തു അവർക്ക് കൊടുത്തു. അപ്പൊ യേശു തന്റെ കർത്താവിന്റെ അത്താഴത്തിൽ അല്ലെങ്കിൽ തിരുവത്താഴ ശുശ്രൂഷ സ്ഥാപിക്കുന്നത് പോലെയാണ് യേശു ഭക്ഷണ കൂട്ടായ്മയിലെല്ലാം ചെയ്തത്. അപ്പം എടുക്കുന്നു, അത് സ്വർഗത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിച്ച് അപ്പം വിഭാഗിച്ച് നുറുക്കി കൊടുക്കുന്നു. ഇത് നമ്മള് പെസഹ ദിവസം കാണുന്നുണ്ട്, ഈ സമയത്ത് കാണുന്നുണ്ട്. നമ്മള് ലൂക്കോസ് സുവിശേഷം പഠിക്കുമ്പോൾ ക്ലെയോപ്പാവും ശിഷ്യനായിട്ട് പോകുമ്പോൾ അവിടെ ഭക്ഷണം കഴിക്കുമ്പോഴേ യേശു ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഡൈനിങ് ടേബിളിൽ നിന്നാണ് കർത്താവിന്റെ അത്താഴം. ഓരോ ഡൈനിങ് ടേബിളും കർത്താവിന്റെ അത്താഴമാണ്. വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളും. ഓരോ ഭക്ഷണ കൂട്ടായ്മയും ക്രിസ്തുവിന്റെ ശരീരം
രക്തം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു അനുഭവമായി നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കണം. എന്നിട്ട് അവരെ ക്ഷണിച്ച് അവർക്ക് ഭക്ഷണം നൽകുന്നു. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ പത്രോസിനോടാണ് പേഴ്സണലായിട്ട് പറയുന്നത്, എൻ്റെ ആടുകളെ മേയിക്കുക, എൻ്റെ ആടുകളെ പാലിക്കുക, എൻ്റെ കുഞ്ഞാടുകളെ പാലിക്കുക. ക്രിസ്തുവിന്റെ ശിഷ്യത്വത്തിലേക്ക്, ക്രിസ്തുവിന്റെ ദൗത്യത്തിലേക്ക് അവരെ ക്ഷണിക്കുകയാണ്, അവരെ ഏൽപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. യെരൂശലേമിലും യഹൂദയിലും ഭൂമിയിലും അറ്റത്തോളം എന്റെ സാക്ഷികളാകും. എന്റെ പരിശുദ്ധാത്മാവിന്റെ കാര്യസ്ഥന് ഞാൻ നിങ്ങൾക്ക് അയക്കും. അവരെ ധൈര്യപ്പെടുത്തുന്നു, അവരെ ശക്തീകരിക്കുന്നു, അവരെ അയക്കുന്നു. ക്രിസ്തുവിന്റെ ശിഷ്യത്വത്തിലേക്ക് ക്ഷണിക്കുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 42-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണാം. മത്തായി 10:42, ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുത്തിന് ഒരു പാനപാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോകുകയില്ല. അപ്പൊ ചെറിയ തണ്ണീർ മാത്രം, പച്ചവെള്ളം. അതിഥി സൽക്കാരത്തിന് വലിയ ഒരു സ്വീകരണവും ഫുഡും സംവിധാനവും മെനുവൊന്നും വേണ്ട. സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ ചെറിയവരിൽ ഒരുത്തിന് ഒരു പാത്രം തണ്ണീർ, ഒരു പാത്രം വെള്ളം കൊടുത്താൽ മതി. ആവശ്യത്തിനിരിക്കുന്നവന് ഒരു ചെറിയ സഹായം ചെയ്താൽ മതി. ആവശ്യത്തിലിരിക്കുന്നവന് ഒരു ചെറിയ ഹെൽപ്പ് നമുക്ക് ചെയ്യാൻ പറ്റിയാൽ അതുപോലെ ഒരു വലിയ അനുഗ്രഹത്തിന് കാരണമാകുന്നു എന്ന് ഇവിടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. ക്രിസ്തു നമ്മെ ക്ഷണിക്കുകയാണ് തന്റെ ആതിഥേയത്വത്തിലേക്ക്. അതിഥി സൽക്കാരം അനുഗ്രഹത്തിന് അടിസ്ഥാനമാണ്. അതിഥി സൽക്കാരം നമ്മുടെ ആത്മീക സ്വഭാവമാണ്, ഒരു മനുഷ്യനായി ജീവിക്കാനുള്ള ക്ഷണമാണ്. അതിഥി സൽക്കാരം ക്രിസ്തീയ ദൗത്യത്തിലേക്കുള്ള ക്ഷണമാണ്. നമ്മെ കർത്താവ് വിളിക്കുകയാണ് ക്രിസ്തുവിന്റെ ദൗത്യം ഈ ഭൂമിയിൽ നിറവേറ്റുവാൻ, ക്രിസ്തുവിന്റെ ദൗത്യം ഈ ഭൂമിയിൽ പൂർത്തീകരിക്കുവാൻ. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നു, ഞാൻ എനിക്ക് ദാഹിച്ചു, കുടിപ്പാൻ തന്നു, തടവിലായിരുന്നു എന്നെ കാണുവാൻ വന്നു. ഇങ്ങനെയുള്ള നിരവധി ദൗത്യം ഈ ഭൂമിയിൽ ചെയ്യാനുണ്ട്. ക്രിസ്തുവിന്റെ ആതിഥേയത്വം സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തു നമ്മെ കാത്തു നിൽക്കുന്ന ആ ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് വരുവാനും ക്രിസ്തീയ ദൗത്യം പൂർത്തീകരിക്കുവാനും യഥാർത്ഥ ക്രിസ്തു ശിഷ്യരായി, യഥാർത്ഥ മനുഷ്യരായി ഈ ലോകത്തിൽ ജീവിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും സഹായിച്ച് ശക്തീകരിക്കുമാറാകട്ടെ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കും ആശീർവാദത്തിനുമായി നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥനയ്ക്കായി എല്ലാവർക്കും മുട്ടുകുത്താം. കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കർത്താവ് നമ്മെ ക്ഷണിക്കുന്നു. നീ എന്തിനാണ് ദൂരെയായി പോകുന്നത്? നീ എന്തിനാണ് ക്രിസ്തുവിൽ നിന്ന് അകലുന്നത്? ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് നമ്മെ കർത്താവ് ക്ഷണിക്കുകയാണ്. വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവിൻ. ഒരു പുതിയ നന്മയും ഒരു പുതിയ അനുഗ്രഹവും ഒരുക്കി വെച്ച് കർത്താവ് നമ്മെ ക്ഷണിക്കുകയാണ്. വന്ന് കഴിച്ചുകൊള്ളു, വന്ന് സ്വീകരിച്ചുകൊള്ളു. ക്രിസ്തു നമുക്കായി ഒരുക്കിയിരിക്കുന്ന നന്മകൾക്കായി നമുക്ക് ഒരുങ്ങാം. ക്രിസ്തുവിന്റെ ക്ഷണം നമുക്ക് സ്വീകരിക്കാം. ക്രിസ്തുവിന്റെ വിളി നമുക്ക് കേൾക്കാം. യഥാർത്ഥ മനുഷ്യരായി ജീവിക്കുവാൻ, ആത്മീക സ്വഭാവമുള്ളവരായി ജീവിക്കുവാൻ, അനുഗ്രഹം അനുഭവിക്കുന്നവരായി മാറുവാൻ, സമൂഹത്തിൽ നന്മ പ്രദാനം ചെയ്യുവാൻ, ക്രിസ്തീയ ദൗത്യം ചെയ്യുവാനായി നമ്മെ തന്നെ സമർപ്പിക്കാം. രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് രാജ്യലൂസ് എന്ന പ്രിയ സഹോദരനെ ഓർത്ത് പ്രാർത്ഥിക്കാം. പലവിധമായ ഭാരത്തിലും പ്രയാസത്തിലുമായിരിക്കുന്നവരെ നമുക്ക് ഓർക്കാം. വിദേശങ്ങളിൽ കഴിയുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവിൽ നിന്നുള്ള അത്ഭുത സൗഖ്യവും സമാധാനവും അനുഗ്രഹവും സംരക്ഷണവും അവർ പ്രാപിക്കുവാനായിട്ട് നമുക്ക് അപേക്ഷിക്കാം. ജന്മനാൾ പുതിയ വയസ്സിലേക്ക് പ്രവേശിച്ചവർ, ഈ ആഴ്ചയിൽ പ്രവേശിക്കുന്നവർ, കുടുംബജീവിതത്തിൽ പുതിയ വയസ്സിലേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരെയും നമുക്ക് ഓർക്കാം. നമ്മുടെ കുടുംബങ്ങളെ ഓർക്കാം. സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകളെ ഓർക്കാം. ഈ മഹാമാരിയിൽ നിന്നുള്ള വിടുതലിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ പരിശ്രമങ്ങളെയും ദൈവം അനുഗ്രഹിച്ച് നൽകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തു നമ്മെ ക്ഷണിക്കുകയാണ്. ക്രിസ്തുവിന്റെ ആ ശബ്ദം നമുക്ക് കേൾക്കാം. സ്നേഹത്തിൻ ശോഭയെ വിട്ടെന്തിനാ നീ ദൂരെ പോയിടുന്നു? നീ വാ
ക്ഷണിക്കുകയും ഞങ്ങളെ സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന കർത്താവ്, അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ ദിവസത്തിനായിട്ട് ഞങ്ങൾക്ക് നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ദൈവമായ കർത്താവ്, ഞങ്ങൾക്കായി പ്രാതൽ ഒരുക്കി കാത്തു നിൽക്കുന്ന ക്രിസ്തുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ, ഞങ്ങളെ സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ കർത്താവ് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ അവിടുന്ന് സഹായിച്ചിരിക്കാൻ നന്ദി അർപ്പിക്കുന്നു. അവിടെ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയിൽ വിവിധ നിലകളിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെ മേലും അവിടുത്തെ പരിശുദ്ധാത്മ കൃപ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാരത്തോടും പ്രയാസത്തോടുമായിരിക്കുന്നവരുടെ മേൽ അവിടുത്തെ സൗഖ്യം അയക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള പരിപൂർണമായ സൗഖ്യവും വിടുതലും പ്രാപിച്ച് ആരോഗ്യത്തോട് ദീർഘായുസ്സോടായിരിക്കാൻ എല്ലാവരെയും അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്ധകാര ശക്തികളിൽ നിന്ന്, പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന്, സാധാരണ പോരാട്ടങ്ങളിൽ നിന്നെല്ലാം വിടുവിക്കണ കർത്താവേ, ഞങ്ങളുടെ പാപങ്ങളെ അവിടുന്ന് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മേൽ, ഈ ലോകത്തിന്റെ മേൽ അവിടുത്തെ സൗഖ്യത്തെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് COVID-19 എന്ന മഹാമാരിയാൽ, കൊറോണ വൈറസ് മുഖാന്തരം ക്ലേശം അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളെ, സമൂഹങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. ദേശങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യ പ്രവർത്തകരെ അവിടുന്ന് ശക്തീകരിക്കണമേ. ഡോക്ടേഴ്സിനെ, നഴ്സുമാരെ, സന്നദ്ധ പ്രവർത്തകരെ അവിടുന്ന് ശക്തീകരിക്കണമേ. ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈ മഹാമാരി ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്തുവല്ലോ, നിങ്ങളുടെ ദേശത്ത് ക്ഷാമവും രോഗവും മാരിയും മഹാമാരിയും വന്നാൽ നിങ്ങൾ ദൈവസന്നിധിയിൽ വന്നിരുന്ന് കരഞ്ഞ് നിങ്ങളുടെ അതിക്രമങ്ങളെയും പാപങ്ങളെയും ഓർത്ത് അനുദമിച്ച് പാപങ്ങളെ ഉപേക്ഷിച്ച് നിങ്ങൾ ദൈവത്തിലേക്ക് തിരിയുക. നിങ്ങൾ അങ്ങനെ പാപങ്ങൾ ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ ദൈവം നിങ്ങളുടെ പാപത്തെ ക്ഷമിച്ച് നിങ്ങളുടെ ദേശത്തിന് സൗഖ്യം വരുത്തും. അപ്രകാരം കർത്താവേ, നിങ്ങളുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ. ദേശത്തിന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ. ഈ ലോകത്തോട് അവിടുന്ന് ക്ഷമിക്കണമേ. പാപങ്ങളെ ക്ഷമിച്ച് അവിടുത്തെ സൗഖ്യം അയക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ സംസ്ഥാനത്തിനായിട്ട്, രാജ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ എല്ലാവരുടെ മേലും പകരണമേ. ഈ ദേശത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ആലൂട ഇടവകയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആലൂട ദേശത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അനുഗ്രഹം അയക്കണമേ. ഞങ്ങൾ ഓരോ കുടുംബങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. രോഗികൾക്ക് സൗഖ്യം നൽകണമേ. കുടുംബങ്ങൾക്ക് സമാധാനം നൽകണമേ. ഉപജീവന മാർഗങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവകൃപയിൽ അവിടുന്ന് സംരക്ഷിക്കണമേ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ദാരിദ്ര്യ ദുഃഖങ്ങൾ, കടഭാരങ്ങൾ എന്നെല്ലാം വിടുവിക്കണമേ. ദൈവത്തിന്റെ അനുഗ്രഹത്താൽ അവിടെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവിൻ എന്നുള്ള ഒരു പുതിയ നന്മയുമായി കാത്തിരിക്കുന്ന ക്രിസ്തുവിന്റെ ശബ്ദം തിരിച്ചറിയുവാൻ, ആ ദൈവത്തിൽ നിന്നുള്ള നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ഭവനങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണം കർത്താവ്. ഓരോ ഹൃദയങ്ങളെയും അവിടുത്തെ സ്നേഹത്താലും അനുഗ്രഹത്താലും നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, വാർത്തകളിലായിരിക്കുന്നവരെ, കുടുംബസ്ഥരെ, യുവജനങ്ങളെ, വിദ്യാർത്ഥികളെ, കുഞ്ഞുങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളായിരിക്കുന്നവരെ ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. തക്ക സമയത്ത് വിടുതൽ പ്രാപിച്ച് കുഞ്ഞുമായി കുടുംബമായി ദൈവത്തെ സ്തുതിപ്പാൻ അവിടുന്ന് സഹായിക്കുന്നു. പ്രസവാനന്തരമായിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഓർക്കുന്നു. അവരുടെ കുടുംബങ്ങളെയും കുഞ്ഞിനെയും എല്ലാം അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റു വിധമായ പ്രാർത്ഥന ആവശ്യങ്ങളിലായിരിക്കുന്നവർ ഓർക്കുന്നു. വിശേഷിച്ച് ദൂരസ്ഥലങ്ങളിലും വിദേശങ്ങളിലും കഴിയുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഭവനത്തിൽ നിന്നും പ്രിയപ്പെട്ടവരിൽ നിന്നും ദൂരത്ത് കഴിയുമ്പോൾ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തിൽ വളരെയധികം ആശങ്കയോടും ഭയപ്പാടോടും കൂടെ അവർ കഴിയുമ്പോൾ ദൈവത്തിന്റെ സമാധാനവും സംരക്ഷണവും സൗഖ്യവും അവരുടെ ജീവിതങ്ങളിൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിക്കണം കർത്താവ്. അവർക്ക് സ്വദേശങ്ങളിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വദേശങ്ങളിൽ എത്തുവാനുള്ള അനുകൂല അവസ്ഥ ഈ നാളുകളിൽ അവിടുന്ന് ചെയ്യണമേ, അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ സ്വദേശങ്ങളിലും ഭവനങ്ങളിലും എത്തി പ്രിയപ്പെട്ടവരെ കണ്ട് ദൈവത്തിന് നന്ദിയും സ്തോത്രവും കരയറ്റുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ മേലും ദൈവത്തിന്റെ കൃപ പകരണമേ. ലോകമെങ്ങും നടക്കുന്ന സൗഖ്യത്തിനായിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ കൂട്ടായ്മയ്ക്കായിട്ട് സ്തോത്രം. ഈ ആരാധനയിൽ വിവിധ നിലകളിൽ ശുശ്രൂഷകൾ അർപ്പിക്കുന്ന, വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് പങ്കെടുക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ മേൽ ദൈവത്തിന്റെ കൃപ പകർന്ന് ശക്തീകരിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളെ അനുഗ്രഹിച്ച് നൽകണമേ.
പുതിയ മാസത്തെ അനുഗ്രഹിച്ചു നൽകണമേ. അടുത്ത കൃപയാൽ നിങ്ങൾ ശക്തീകരിക്കണമേ. മാനവ മഹത്വം വിഷയമെല്ലാം അവിടത്തേക്ക് തരുന്നു. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നിങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് നിങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിൽ കർത്താദുഷ്ടങ്ങളിൽ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന്റെ നവരാജാവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവനും എന്നേക്കും മഹത്വവും ബലവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാത്ത് രക്ഷിക്കട്ടെ. കർത്താവ് തന്റെ മുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങൾക്ക് കരുണ ചെയ്യട്ടെ. കർത്താവ് തന്റെ മുഖപ്രകാശം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. ആമേൻ.